സോ ഗൈസ്, നമ്മൾ ഫൺ ട്യൂബ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫൺ ട്യൂബ് ഞങ്ങളുടെ പ്ലാനിലേ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇവർ കുറേ ഓഫർ കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെയാണ് ഫൺ ട്യൂബ് ചെയ്യാമെന്ന് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു ഫൺ ട്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരിങ്ങനെ ഓഫറൊക്കെ തന്ന് ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, വീഴുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കടലിലോട്ട് വീഴും. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഇതിൽ കയറിയിരുന്നത്. പിന്നെ അവർ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. സ്പീഡ് ഇത്ര വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. കുറേ ആക്ഷനൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അത് കാണിച്ച് കഴിഞ്ഞാൽ അയാൾ സ്പീഡ് കുറയ്ക്കുന്നൊക്കെ പറഞ്ഞു. ത്രൂ ഔട്ട് ഉണ്ണി ആ ഒരു സ്പീഡ് കുറയ്ക്കുന്ന ആ ഒരു ആക്ഷനിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് പതിയെയാണ് അയാൾ പോയത്. ഇന്ന് പതിവിലും കൂടുതൽ റഫായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഈ ഒരു ഫൺ ട്യൂബ്. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട്. അത്രയും നമ്മൾ എൻജോയ് ചെയ്ത വാട്ടർ സ്പോർട്സ് ആണ് ഈ ഫൺ ട്യൂബ് എന്ന് പറയുന്നത്. സൂപ്പറായിരുന്നു. പിന്നെ റഫ് ആയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആകുമ്പോൾ, അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ അത് അത് ജക്സിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവിലും കൂടുതൽ റഫാണ്. എന്നാലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൺ ട്യൂബിൽ ഉണ്ടായിരുന്ന ചേട്ടൻ തന്നെയാണ് നമ്മൾ ഈ ജക്സിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടനാണ് കേട്ടോ ഓടിക്കുന്നത്. അങ്ങനെ ഞാനും ഉണ്ണിയും കൂടിയാണ് ഫസ്റ്റ് റൗണ്ട് പോകുന്നത്. രണ്ടാമതാണ് അവർ പോയത് കേട്ടോ. അപ്പോൾ ചെറിയൊരു പേടി ഇല്ലാതെ കാരണം വീഴോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വീണാൽ തന്നെ നീന്തലറിയില്ലല്ലോ എന്നുള്ളത് അതിനേക്കാളും വലിയ ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ മര്യാദക്ക് കൊണ്ടുപോയിക്കോളാം, നിങ്ങൾ അങ്ങനെ പേടിക്കുകയാണെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആ ബേബിയെ പറഞ്ഞ ആ ഒരു ധൈര്യത്തിൽ ഞാനും ഉണ്ണിയും കൂടി അതിൽ കയറിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ പോക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സന്തോഷത്തിൽ പോവാണെന്നുള്ളത്. എന്നാലും പകുതി ടെൻഷനോട് കൂടി തന്നെയാണ് ഞാൻ ഇതിലും പോകുന്നത്. എന്തായാലും അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അവളുമാർ എന്നെ അവിടെ നിന്ന് ട്രോളുകയായിരുന്നു. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. കാരണം പതിയാണ് ചേട്ടൻ പോയത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല പേടിയാണെന്ന് അയാൾക്ക് അറിയായിരുന്നു. പാവം മെല്ലെയാണ് പോയത്. നമ്മൾ ഈ സ്കൂട്ടറൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ ചെയ്യൂലേ, മെല്ലെ എട്ടൊക്കെ എടുക്കുന്നില്ലേ, അതുപോലെ പതിയാണ് അയാൾ പോയത്. പിന്നെ ചില സ്ഥലങ്ങളിൽ റഫായത് കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ കടൽ വെള്ളമൊക്കെ കണ്ണിലും മൂക്കിലൊക്കെ തെറിച്ച് ഭയങ്കര സീനായിരുന്നു. കണ്ണൊക്കെ നീറിയിരുന്നു. മൊത്തത്തിൽ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ സ്പോർട്സ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഇത് വാട്ടർ സ്പോർട്സ് ഏരിയ ആണ് കേട്ടോ. മാർക്കശ്ശേരി വാട്ടർ സ്പോർട്സ് ഏരിയ ആണ്. അങ്ങനെ നമ്മുടെ വാട്ടർ സ്പോർട്സ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നൈസായി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഒന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് എടുക്കലാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. ഞങ്ങളെല്ലാം ഇത് ഓടിച്ചെങ്കിൽ പോലും ഞങ്ങൾ ഓടിച്ചു എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലോട്ട് പോകാനുള്ള തിരക്കിലാണ്. നമുക്കിവിടെ 1:15 ലോഞ്ച് വരുന്നത്. നമ്മുടെ ഐലാൻഡിലോട്ട് ഒരു 10 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ മാലദ്വീപ് വിശേഷങ്ങൾ